ഓണം അങ്ങ് എത്തിപ്പോയില്ലേ. ഇത്തവണ നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു രസം ഉണ്ടാക്കിയിട്ട് ആഘോഷങ്ങൾ തുടങ്ങാം. വരൂ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ, പുതുവത്സരാശംസകൾ. രസത്തിന് അങ്ങനെ അളവൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു 5-6 സെർവിങ്ങിനുള്ള അളവിലാണേ. ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? അവിയലിനേക്കാളും നീളം കുറച്ചിട്ടാണ്. എന്നിട്ടത് പകുതിയായി കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മുരിങ്ങക്കായാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ വരുമ്പോൾ 2 വലിയ പിടി മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിലാവുമ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം 1 മിനിറ്റ് നേരം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുരിങ്ങക്കായുടെ തനതായ രുചി ഒന്ന് എൻഹാൻസ് ആവുകയും ചെയ്യും. അതിൻ്റെ കളറും ഒന്ന് ബ്രൈറ്റൻ ആയി കിട്ടും. ഇതായപ്പോൾ 1 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഉപ്പൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രസത്തിലേക്ക് വേണ്ട സ്പൈസ് മിക്സ് മസാല തയ്യാറാക്കാം. ആദ്യം ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 8-10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5-8 വെളുത്തുള്ളി തോലോടുകൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ജീരകം ഇതിലും കൂടി പോരുത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്ത മല്ലിയാണ് കേട്ടോ. ഇപ്പം ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ഒരു പാകത്തിന് നമുക്ക് ചതച്ചെടുക്കണം. ബ്ലെൻഡറിൽ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2 പൾസ് കൊടുത്താൽ മതി. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഏതായാലും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്പൈസ് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണവും രുചിയും ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സ്പൈസി ആയിട്ടുള്ള 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. സ്പൈസിനെസ് നിങ്ങളുടെ ലെവലിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പം മേജർലി ചേർക്കുന്നത് കുരുമുളകും പച്ചമുളകുമാണ്. ചുവന്ന മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നത് വരെ, ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുവേണ്ടി കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി ഉടഞ്ഞു കിട്ടും. തക്കാളി ഒന്ന് പകുതി മുക്കാൽ വേവെത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റാം. പൊടികളും കൂടെ ചേർത്ത് വഴറ്റുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുന്നത് കാണാം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 സെന്റിമീറ്റർ നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് കായത്തിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് മതിയാവും. കായപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. ഇനി അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പുളിയുടെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. ഇതപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മുരിങ്ങക്ക കഷ്ണങ്ങൾ ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം വെല്ലം, ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് രസത്തിന് മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വരെ ചേർക്കാം. പക്ഷേ ഇതൊരു മൈൽഡ് സ്വീറ്റ് ആയിട്ടേ വരുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം ഈ ഒരു അളവിന് 3 കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തക്കാളി വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർക്കാൻ. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ മുരിങ്ങക്കായ് വേവുന്നവരെ. ഇത് 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ചെക്ക് ചെയ്തപ്പോൾ മുരിങ്ങക്കായ് വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞ് കലങ്ങിയിട്ടില്ല. ആ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഉള്ളിലെ കുരു ചെക്ക് ചെയ്താൽ മതി, അത് വെന്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിന് വേവായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുക്ക് ചെയ്ത പരിപ്പാണ്. കുക്ക് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇതിന് തോരപ്പരിപ്പോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ എടുക്കാം. 1/2 കപ്പ് മാത്രം മതി. നമ്മുടെ ഈ പരിപ്പിന്റെ ടേസ്റ്റ് മുരിങ്ങക്കായുടെ ടേസ്റ്റിനെ ഓവർ പവർ ചെയ്യാത്ത വിധത്തിൽ വേണം പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പക്ഷെ രസത്തിൽ മല്ലിയില ഒരു ടേസ്റ്റ് തന്നെയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് രസം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ താളിപ്പും കൂടെ കൊടുക്കാനുണ്ട്. താളിപ്പിന് വേണ്ടി അഥവാ വറവിന് വേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവമണികളും ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് നേരം മാത്രം വഴറ്റിയ ശേഷം അത് നേരെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. രസത്തിന് സാധാരണ ഉലുവമണികൾ ചേർത്ത് താളിക്കുന്നത് കാണാറില്ല, പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. രസത്തിന് പ്രത്യേക ഒരു മണം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി മുരിങ്ങക്കായ രസം വെച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള. ഹാപ്പി ഓണം.